അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിനത്തിലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പലരും തിരക്കിലായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ ഒരല്പമൊന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നമുക്ക് നമ്മുടെ ഖബർ പ്രകാശിപ്പിക്കാൻ പറ്റും. നമുക്ക് കോടാനുകോടി പ്രതിഫലങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും. അതിന് ഉപോത്ബലകമാകുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് പറയാൻ പോകുന്നത്. പിന്നെ ഇന്ന് പെരുന്നാൾ ദിനമാണ്. ശൈത്താൻ ഇങ്ങനെ ഓടി നടക്കുകയാ. കഴിഞ്ഞ 30 ദിവസവും കഴിഞ്ഞ റമദാനിലെ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാതെ പോയ ഒരുപാട് തെറ്റുകൾ ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശൈത്താൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്നത്തെ ദിവസം ഈ പെരുന്നാൾ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ ചെറിയ പെരുന്നാളിൻ്റെ ദിനത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഈദ് ആശംസ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദുൻ മുബാറക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു കബൂലാക്കട്ടെ. വിട പറഞ്ഞു പോയ റമദാൻ, ആ റമദാനിൽ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ചെറിയ പെരുന്നാൾ ദിനത്തിലാണുള്ളത്. എല്ലാവരും സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ. നമുക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം വരാനുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മളെല്ലാവരും ആഖിറത്തിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞുപോയ റമദാൻ ഉണ്ടല്ലോ, ആ റമദാൻ നമ്മളെ അവിടെ കാത്തിരിക്കുമെന്നാണ്. റമദാൻ അവിടെ കാത്തിരിക്കും. എന്നിട്ട് പറയും, അല്ലാഹുവേ, ആ വരുന്ന മനുഷ്യന് ഞാൻ ദുന്യാവിൽ ചെന്നപ്പോൾ അവൻ എന്നോട് സഹകരിച്ചവനാണ്, അവൻ എന്നെ കൂടെ കൂട്ടിയവനാണ്, അവൻ എന്നെ ഉപയോഗപ്പെടുത്തിയവനാണ്, അവൻ നീ സന്തോഷിപ്പിക്കണേ എന്ന് റമദാൻ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്നാണ്. ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ സമയത്ത് നമുക്ക് വലിയ സന്തോഷമായിരിക്കുമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ദിവസത്തിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാവാം, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാവാം ഈ വീഡിയോ കാണുന്നത്. എപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇന്നത്തെ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് വേണം ആണാവട്ടെ പെണ്ണാവട്ടെ കുളിക്കാൻ. അപ്പോൾ ഇനി ചെറിയ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നത് ആരാണോ അവർ നിയത്ത് വെക്കണം. ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി എൻ്റെ മോനെ ഞാൻ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ കുളിപ്പിക്കുന്നു എന്ന നിയത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ വളരെ പ്രധാനമായി ഇന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ പരമാവധി പറയുക. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തക്ബീറിനുള്ള ആ ഓപ്ഷൻ തീർന്നു. അപ്പൊ നിസ്കാരത്തിന് മുമ്പ് തന്നെ പരമാവധി തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് പറയുക. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ ആ ഒരു പ്രതിഫലത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ്. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം. അത് ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. പിന്നെ ഉസ്താദ്, ഞങ്ങൾക്ക് ഈ കൊച്ചുമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ മക്കളാണെങ്കിൽ കൊണ്ടുപോവാതിരിക്കലാണ് നല്ലത്. കാരണം എന്താണ്? നമ്മൾ നിസ്കരിക്കുമ്പോൾ സഫിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആ നിസ്കാരത്തിലുള്ള ആ ഖുശൂഉം ആ ഒരു സൂക്ഷ്മതയും ആ ശ്രദ്ധയൊക്കെ നമ്മൾ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുതിർന്ന കുട്ടികളെ കൊണ്ടുപോയാൽ മതി, കുഞ്ഞു മക്കളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, അതാണ് ഖൈർ. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, പള്ളിയിൽ പരമാവധി നേരത്തെ പോവുക. പള്ളിയിൽ തക്ബീർ ഉണ്ടാകും, ആ തക്ബീറിൽ കൂടുക. ചിലപ്പോൾ 7 മണിക്ക് നിസ്കാരമുള്ള പള്ളിയുണ്ട്, 7:30 നിസ്കാരം, ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 8:30, ചിലപ്പോൾ 9 മണിക്കൊക്കെ നിസ്കാരമുള്ള പള്ളികളുണ്ടാവും. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം എന്തെങ്കിലും ഒരു ഭക്ഷണം, കുറഞ്ഞതൊരു ഈത്തപ്പഴമോ കുറച്ച് വെള്ളമോ എങ്കിലും കുടിച്ചിട്ട് പോകലാണ് സുന്നത്തെന്നാണ്. അപ്പോൾ പരമാവധി എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക, അത് സുന്നത്താണ്. അപ്പോൾ ഉമ്മമാരെന്ത് ചെയ്യുക? വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ അവർ നിസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചായയോ എന്തെങ്കിലും കടിയൊക്കെ കഴിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. അത് പ്രത്യേകം സുന്നത്താണ്. കാരണം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നല്ലപോലെ പത്തിരിച്ചിയൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പെരുന്നാൾ നിസ്കാരമാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നിസ്കാരം പെണ്ണിനും ആണിനൊക്കെ സുന്നത്താണ്. മറ്റ് നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ 2 കാര്യമാണ്. ഒന്ന്, നീയത്തിലുള്ള വ്യത്യാസമാണ്. അതായത് 2 റക്അത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം,
അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, ഒന്നെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. അതാണ് നിയ്യത്തിലുള്ള വ്യത്യാസം. 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം എന്നുള്ള ആ ഒരു വാക്ക് അവിടെ വരണം. അതാണ് മറ്റ് നിസ്കാരങ്ങളുടെ നിയ്യത്തിനേക്കാൾ വ്യത്യാസമുള്ളത്. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടിയതിനു ശേഷം ആദ്യത്തെ തക്ബീറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? വജ്ജഹ്തു ഓതുക. ആ ആദ്യത്തെ തക്ബീർ കൂടാതെ 7 തക്ബീർ ഉണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ കൈയഴിച്ച് തന്നെ നമ്മൾ അല്പം ശബ്ദത്തിൽ, ഉറക്കെയല്ല, ഒരു മിനിമം ശബ്ദത്തിൽ പറഞ്ഞ് നമ്മൾ കൈകെട്ടുക. ആ കൈകെട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിക്ർ ചേർത്ത് പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചേർത്ത് പറയുന്ന ആ ഒരു ദിക്റാണ് അവിടെ പറയേണ്ടത്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്നിട്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, പിന്നെ അത് കഴിഞ്ഞ് സൂറത്ത് ഓതുന്നു, പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു, അല്ലാഹു അക്ബർ, കൈ കെട്ടൂലേ. അത് കൂടാതെ 5 തക്ബീർ. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ എക്സ്ട്രാ ചേർക്കുന്നതാണ്. എന്നിട്ട് ആ 5 തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് പറയുക. അത് പിന്നെ ഫാത്തിഹ, മറ്റു സൂറത്ത്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദൊക്കെ ചെയ്ത് അത്തഹിയ്യാത്ത് പൂർണ്ണമായി ഓതി നമ്മൾ സലാം വീട്ടുക. പുരുഷന്മാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പോവരുത്. അത് കഴിഞ്ഞ് അവർക്ക് എന്തുണ്ട്? ഖുതുബയുണ്ട്. ഉസ്താദ് ഖുതുബ ഓതും. ആ ഖുതുബ ഓതി കഴിഞ്ഞ് അത് പൂർത്തിയായതിനു ശേഷമേ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവൂ. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. നിങ്ങളുടെ അയൽപക്കത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഖുതുബയൊന്നുമില്ല, അവിടെ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക? കുറച്ച് ദിക്റോ സ്വലാത്തോ പിന്നെ എന്തെങ്കിലും സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസൊക്കെ ഓതി, പറ്റുമെങ്കിൽ യാസീനൊക്കെ ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദുആരക്കുക. പിന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ മരണപ്പെട്ടുപോയവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോകണ്ട. സിയാറത്തൊക്കെ പറ്റുമെങ്കിൽ ചെയ്യൂ, അത് ഖൈറാണ്, സുന്നത്താണ്. കാരണം നമുക്ക് സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടി ഒന്ന് സന്തോഷിപ്പിക്കുക. പിന്നെ പെരുന്നാളിൻ്റെ ഒരു ഹദിയ, ഉസ്താദിന് ഹദിയ കൊടുക്കാനാണെങ്കിൽ ഉസ്താദിന് ഹദിയ കൊടുക്കുക. പിന്നെ മുക്രി ഉസ്താദ് ഉണ്ടാകും, ഉസ്താദിന് ഹദിയ കൊടുക്കുക. പിന്നെ പള്ളിക്കുറ്റിൽ എന്തെങ്കിലും ഒരു പൈസ ഇടാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബക്കറ്റുമായിട്ട് ചിലപ്പോൾ വന്നേക്കാം കമ്മിറ്റിക്കാർ, അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ഹദിയ ഇടുക. പിന്നെ അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, നമ്മുടെ കൂട്ടുകാരെ കാണുന്നു. പിന്നെ അപ്പോൾ തന്നെ വാട്സപ്പ് ഇന്നലെ രാത്രി തൊട്ടേ തുടങ്ങിയിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ ഈദ് മുബാറക്, ഈദ് മുബാറക്, പെരുന്നാൾ ആശംസകൾ, ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ആശംസ അറിയിക്കുമ്പോൾ കൂലി കിട്ടണമെങ്കിൽ ഒരു വാക്ക് പറയണം. എന്ത്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. അങ്ങനെ പറഞ്ഞാലാണ് അള്ളാഹിന്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടുക, പ്രതിഫലം കിട്ടുക. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന വാക്ക് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ കൂലി, പ്രതിഫലം കിട്ടുക. ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ആ ഒരു പോരിശേ ഉള്ളൂ, അല്ലാതെ പ്രതിഫലം കിട്ടൂല. പ്രതിഫലം കിട്ടണമെങ്കിൽ ഈദ് മുബാറക് എന്ന് മാത്രം പോരാ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്നെങ്കിലും പറയണം. ഈദ് മുബാറക് പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയും പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് പറയുക, പെരുന്നാൾ ആശംസകൾ അറിയിക്കുക, എല്ലാവരോടും സന്തോഷത്തോടു കൂടി പെരുമാറുക. പിന്നെയോ അന്ന് കുടുംബത്തിൽ വിശാലത ചെയ്യുക. ഉച്ചക്ക് ഇത്രയും ദിവസം ഇറച്ചി കഴിച്ചില്ല, അതുകൊണ്ട് ഇനി ഇറച്ചിയൊന്നും വേണ്ട, സാമ്പാറും ചോറും ആക്കരുത്. ഇനി ചില ആളുകൾക്ക് ഉസ്താദെ ഞങ്ങൾ ഇത്രയും ദിവസം ഇറച്ചി കഴിച്ചു, ഞങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മുടെ മക്കൾക്കൊന്നും ഒരു വിഷമം. പക്ഷേ അപ്പുറത്ത് അവരൊക്കെ കുഴിമന്തി കഴിക്കുന്നു, നമുക്ക് മാത്രം എന്താ സാമ്പാർ എന്ന് മക്കൾ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ ഭാര്യയോടും മക്കളോടൊക്കെ ചോദിക്കുക, എന്താ വേണ്ടത്? ഫിഷ് ബിരിയാണി വേണോ, വെജിറ്റബിൾ ബിരിയാണി വേണോ, ചിക്കൻ വേണോ, മട്ടൺ വേണോ, ബീഫ് വേണോ? അവരിങ്ങനെ പറയും അഭിപ്രായം. പിന്നെ വാപ്പന്മാരായ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ കുടുംബത്തിൽ വിശാലത ചെയ്യുക. പിന്നെ നമ്മുടെ കുടുംബാദികളെ ഒന്ന് സന്ദർശിക്കുക, എല്ലാവരോടും വീട്ടിലേക്ക് ഒന്ന് പോവുക. പിന്നെ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്കൊരു ഹദിയ, ഒരു സമ്മാനം കൊടുക്കുക, എന്തെങ്കിലും പൈസ കൊടുക്കുക, സ്വതക്ക ചെയ്യുക. പിന്നെയോ ധാരാളം ഇസ്തിഗ്ഫാർ പറയണം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. കാരണം ഈ പെരുന്നാളിൻ്റെ ദിവസം പിശാച് കാത്തിരിക്കും എന്ത്? ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാൾ ദിവസം ആകുമ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ബീച്ചിലേക്ക് പോകും, പാർക്കിലേക്ക് പോകും. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നിസ്കാരം ഖളാ ആക്കുന്നവരായി മാറരുത്. ദിവസം ജമാഅത്തായി നിസ്കരിച്ചിട്ട് എന്നെ ശ്രദ്ധിക്കേണ്ടത്, മിക്ക ആളുകളും പെരുന്നാൾ നിസ്കാരം എല്ലാവരും നിസ്കരിക്കും, പക്ഷെ ഇന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. സുബഹിയാണ് പെരുന്നാളിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. സുബഹി ഒന്നുമില്ല, പെരുന്നാൾ നേരത്തെ പള്ളി പോകുന്നു, ആ പരിപാടി പറ്റൂല കേട്ടോ. സുബഹി നിസ്കാരം ഖളാ ആക്കരുതേ, എന്നിട്ട് വേണം നമുക്ക് പെരുന്നാളിന് പോകാൻ. പിന്നെ ളുഹർ നഷ്ടപ്പെടുത്തരുത്, അസർ, മഗ്രിബ്, ഇശ
ചിലപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പാർക്കിലും ഇതൊക്കെ പോയിട്ട് മഗ്‌രിബൊക്കെ ചുമ്മാ ചുട്ടിട്ട് വരുന്ന ആളുകളുണ്ട്. മഗ്‌രിബ് ഒന്ന് നിസ്കാരം കള ആക്കരുതേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ നിസ്കാരം കള ആക്കുമ്പോൾ നിസ്കാരം ചുട്ടു എന്നിങ്ങനെ തമാശക്ക് പറയും. അപ്പോൾ നിസ്കാരം ചുടുന്നവരായി, നിസ്കാരം കള ആക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ 30 ദിവസം നമ്മൾ ആർജിച്ചെടുത്ത ഈമാനികമായ ആവേശം പെരുന്നാൾ ദിവസത്തിൽ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഉസ്താദേ, ഇപ്പോൾ പുതിയ സിനിമയ്ക്ക് ഇറങ്ങിയ ആടുജീവിതം, അതിപ്പോൾ ഒരു മുസ്ലിമിന്റെ കഥയല്ലേ, അത് കഅബ ഉൾക്കൊള്ളുന്ന സൗദിയിൽ നടന്ന കഥയല്ലേ, അതിപ്പോൾ കാണുന്നതിന് എന്താ കുഴപ്പം? ഈ 30 ദിവസം എന്താ നമ്മൾ സിനിമ കാണാതിരുന്നത്? റമദാനാണ്. ആ ഒരു ശ്രേഷ്ഠത തന്നെയാണ് ഇനിയുള്ള മാസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം സിനിമാ കോട്ടകളിൽ പോയി, തിയേറ്ററുകളിൽ പോയിട്ട് നമ്മൾ ആ 30 ദിവസം ആർജിച്ചെടുത്ത ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ ശവ്വാൽ 1, നാളെ ശവ്വാൽ 2 തുടങ്ങുന്നു, പിന്നെ 3, 4, അപ്പോൾ തുടർച്ചയായി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കൽ, ശവ്വാൽ 6 നോമ്പൊക്കെ പിടിക്കൽ സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ പരിശുദ്ധമായി പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഓർഡറാക്കി ഓടിച്ച് പറയാം. അപ്പോൾ രാവിലെ തന്നെ സുബഹി നിസ്കാരം കള ആക്കരുത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരുന്നാളിലേക്ക് പോവുക. പെരുന്നാളിന് മുമ്പ് കുളിക്കുക. കുളിക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. പിന്നെ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാരക്കയോ കുറച്ച് വെള്ളമോ എങ്കിലും കുറഞ്ഞത് കഴിക്കുക. അതായത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴി കൂടെ, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു വഴി കൂടെ വരൽ പ്രത്യേകം സുന്നത്താണ്. അതിൻ്റെ ആളുകൾ അത്രമാത്രം കാണുന്ന സമയത്ത് അവരോടൊക്കെ സലാം പറയാനും അത്രമാത്രം ആ ബന്ധം വിശാലമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അതായത് പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷവും ആ പ്രഭയൊക്കെ നാട് മുഴുവൻ നിറയാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ വരുമ്പോൾ അമുസ്ലിമായ സഹോദരന്മാരുണ്ടെങ്കിൽ അവരോടും നമ്മൾ കുശലാന്വേഷണം പറയണം, പെരുന്നാൾ സന്തോഷങ്ങൾ നമ്മൾ പറയണം. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെയോ പുതിയ വസ്ത്രം ധരിക്കുക, വെള്ള വസ്ത്രമാവുക, നല്ല വസ്ത്രമാവുക, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. പിന്നെ സുഗന്ധം പൂശുക, അത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് പോവുക. ഇമാമ് നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം വരെ തക്ബീർ അധികരിപ്പിക്കുക. ആ തക്ബീർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതും സുന്നത്താണ്. പിന്നെ ഹദിയകൾ പരസ്പരം കൈമാറുക, ഹദിയ സമ്മാനം കൊടുക്കുക, കുടുംബ ബന്ധം ചേർക്കുക. പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ആശംസകൾ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അമാൽ എന്ന ആശംസകൾ പറയുക. പിന്നെയോ നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മ വാപ്പ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒന്ന് വിശാരത, ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വിശാരത ചെയ്യുക. പിന്നെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട. അവരോടൊന്ന് ഒരു സലാമെങ്കിലും, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന സലാമെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക. പിന്നെയോ നമ്മുടെ ഉമ്മ മാറി താമസിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കുകയാണ്, അപ്പോൾ ഉമ്മയുടെ അടുക്കൽ പോവുക, അവരെ സന്ദർശിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് ഹദിയ കൊടുക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ എന്താണ് ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. പിന്നെ നിസ്കാരം ഖളാ ആക്കരുത്. ഇത്രയും ദിവസം നമ്മൾ എടുത്ത ആ ഇബാദത്തുകളൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പരമാവധി ദിക്ർ പറയുക, ഇസ്തിഗ്ഫാർ പറയുക. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, ഈ പെരുന്നാൾ ദിവസത്തിൽ, ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസത്തിൽ മഗ്‌രിബിന് മുമ്പ് ഒരു മനുഷ്യൻ അവൻ എത്രമാത്രം പറയുന്നു അത്രമാത്രം പ്രതിഫലം കിട്ടും. ഒരു ചെറിയ ദിക്ർ, നമുക്കിപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു മനുഷ്യൻ അവൻ 300 പ്രാവശ്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ബന്ധുമിത്രാദിക വീട്ടിലേക്ക് വാഹനത്തിൽ പോവല്ലേ, കാറിൽ പോവല്ലേ, അല്ലെങ്കിൽ ബൈക്കിൽ പോവല്ലേ, അപ്പോൾ ആ സമയത്ത് അവിടെ ഇരുന്ന് പറഞ്ഞാലും മതി, വലിയ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ ദിക്റിന്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മക്ക്, വാപ്പക്ക്, അല്ലെങ്കിൽ ഭാര്യക്ക്, ഭർത്താവിന്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണമെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവരുടെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ ഖബർ മാത്രമല്ല, ഇത് പറഞ്ഞവൻ മരിച്ച് നമ്മൾ ഖബറിലേക്ക് ചെന്നാലും നമ്മളുടെ ഖബറും അല്ലാഹു പ്രകാശിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈദിൻ്റെ ദിവസം, പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ പറഞ്ഞാൽ അല്ലാഹു അത് പറയാനുള്ള തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, വേഗത്തിൽ നമുക്ക് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി
വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 30 ദിവസവും നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിനം മാറാൻ പാടില്ല. പിശാച് ഒരുപാട് കണ്ട് ഓടി നടക്കുമെന്നാണ്. 30 ദിവസവും എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവനിങ്ങനെ ഓടി നടക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ. ഇന്നത്തെ ദിവസം, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് തന്നെ ഈ ദിക്ർ നമ്മൾ പറയാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ എടുക്കുക. ഇപ്പോൾ ഇന്ന് നമുക്ക് ബന്ധുമിത്രാദികൾ വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ നാളെ പോവാം, മറ്റന്നാൾ പോവാം. അപ്പോൾ എപ്പോൾ പോയാലും പ്രതിഫലമാണ്. ഇന്ന് തന്നെ പോയാൽ ആ പെരുന്നാളിൻ്റെ ദിനത്തിൽ പോയ കൂലി അല്ലാഹു തആല തരും. അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ റമദാനിൽ ചെയ്ത എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ എന്തെല്ലാം ദിക്റും സ്വലാത്തും ഒക്കെ പറയുന്നുണ്ടോ, നമ്മൾ തക്ബീർ പറഞ്ഞവരാണ്. അല്ലാഹു തആല എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഒരുപാട് പേരാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള നസീഹത്ത് ഉണ്ടാകും, ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ പങ്കെടുക്കുക, കാണുക. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഒന്നുകൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദുൻ മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.